മധു മുല്ലശ്ശേരി വിവാദത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സെക്രട്ടറിയാക്കിയത് പാർട്ടി നേതൃത്വമാണ്. മധു പാർട്ടി വിട്ടതിൽ നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പ്രതിനിധികൾ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ടാണോ പാർട്ടിക്കുള്ളിൽ തന്നെ വിവാദങ്ങൾ, വിമർശനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. ജില്ലാ സമ്മേളനങ്ങളിലെ ഇന്ന് കോവളത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിലാണ് ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിലെ റിപ്പോർട്ട് അവതരണം, സംഘടനയുടെ റിപ്പോർട്ട് അവതരണം ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരുന്നു ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായത്. ഈ ചർച്ചയിലാണ് പ്രത്യേകിച്ച് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മധു മുല്ലശ്ശേരി എന്ന വ്യക്തി ഏരിയ സെക്രട്ടറി ആയത് നേതാക്കളുടെ അറിവോട് കൂടിയാണ്, നേതാക്കളുടെ ഇടപെടൽ കാരണമാണ്. അങ്ങനെ ഏരിയ സെക്രട്ടറി ആയ ഒരു വ്യക്തി പിന്നീട് പാർട്ടി വിടുന്നത് അത് പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കിയ സംഭവമായി. പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി പദത്തിലിരുന്ന ഒരു വ്യക്തി പാർട്ടി വിട്ട് മറ്റൊരു ഇതര രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയത്, പ്രത്യേകിച്ച് BJP-യിലേക്കാണ് മധു മുല്ലശ്ശേരി എത്തിയത്. BJP-യിലേക്ക് പോയത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. നേതാക്കൾക്കാണ് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയത് എന്ന ആക്ഷേപമാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് അവതരണത്തിൽ ചില പ്രതിനിധികൾ ഉയർത്തി കാണിച്ചത്. ഒപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള വിവിധ വകുപ്പുകൾക്കെതിരെയും ഇന്നത്തെ ഈ യോഗത്തിൽ പ്രതിനിധി സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രധാന വകുപ്പായ ആഭ്യന്തര വകുപ്പിനെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആക്ഷേപം ഉയർന്നത്. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നു, ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലുള്ള കാലതാമസം, നിരവധി ക്ഷേമ പെൻഷനുകൾ ഇപ്പോഴും കൃത്യമായി നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. എന്തു പറഞ്ഞാലും സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലപാട് മാത്രമേ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഇതിലുള്ള ബദൽ സംവിധാനം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള നിലപാടുകൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് സർക്കാർ വകുപ്പുകൾക്കെതിരെ പാർട്ടി സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ കഴിഞ്ഞ ദിവസം സംഘടനയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു, സംഘടനാ പ്രവർത്തകർക്ക് മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രവർത്തന സംഘടനാ റിപ്പോർട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി ഭാഗമായി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് പാർട്ടി ഭരണത്തിന്റെ തണലിൽ വലിയ തോതിൽ പിന്നോക്കം പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു. അത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ പ്രതിനിധി. വിനീഷ്, ഇവിടെ മധു മുല്ലശ്ശേരി CPM വിട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് CPM ജില്ലാ സെക്രട്ടറി V. ജോയിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം, അദ്ദേഹത്തിന്റെ അഴിമതി കഥകളടക്കം, നേതൃത്വത്തിന്റെ അഴിമതി കഥകളടക്കം പുറത്തു കൊണ്ടുവരുമെന്ന രീതിയിലുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും അണികൾക്കിടയിൽ മധു മുല്ലശ്ശേരിക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. ഈ നേതൃത്വത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. പാർട്ടിക്കുള്ളിൽ ഇത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളായിട്ട് മാറുകയാണ്. നേതൃത്വം അപ്പാടെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത ഒരു തലത്തിലേക്ക് CPM-ന്റെ കേഡർ സംവിധാനം മാറുന്നു. പ്രത്യേകിച്ച് ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് CPM എപ്പോഴും കൊട്ടിഘോഷിക്കുമ്പോൾ നേതാക്കൾ നേരത്തെ പറഞ്ഞത് അതേപടി അനുസരിച്ചിരുന്ന അണികളിൽ മാറ്റം വന്നിരിക്കുന്നു. നേതാക്കൾക്കിടയിലും പരസ്പരം വിഭാഗീയത രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു ഘട്ടങ്ങളിൽ തന്നെയാണ് വിമർശനങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ശക്തമായി ഉയരുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനം ഉയരുന്നു. പാർട്ടി നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന CPM-ന്റെ മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന നേതാവ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. ആ നേതാവാണ് പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നത്. പ്രത്യേകിച്ച് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന, ഇപ്പോഴും ഇനിയും തുടർന്നും V. ജോയി തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജോയിയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇത്തരത്തിൽ മംഗലാപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടത് എന്ന ആക്ഷേപം തന്നെയാണ്
പ്രതിനിധി സഭയിൽ അല്ലെങ്കിൽ പ്രതിനിധികൾ ഓരോരുത്തരും ഉന്നയിച്ചത്. അതിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് പാർട്ടി വിട്ട് ഏരിയ സെക്രട്ടറി, ഒരു കേഡർ സംവിധാനത്തിലെ പാർട്ടിയിൽ പ്രവർത്തിച്ച ഏരിയ സെക്രട്ടറി പദവിയിലിരുന്ന ഒരു വ്യക്തി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നത് അത് അപമതിപ്പുണ്ടാക്കി. ഒപ്പം തന്നെ അത് നേതാക്കളുടെ പിടിപ്പ് കേടാണ്. നേതാക്കൾ കൃത്യമായി കാര്യങ്ങൾ ഇടപെടുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ. ആ ആക്ഷേപങ്ങൾ പ്രതിനിധികൾ ഓരോരുത്തരും പൊതുവെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു തലത്തിലേക്ക് പ്രതിനിധി സമ്മേളനം നീങ്ങി. പ്രതിനിധി സമ്മേളനം ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ തന്നെയാണ്, ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ, സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ ഒക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കോർപ്പറേഷന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ പാർട്ടി അണികൾ പോലും കാണില്ല എന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഈ പ്രതിനിധി സഭയിൽ ഉയർന്നിട്ടുള്ളത്. ഓരോ പ്രതിനിധികളും അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അത് അപമതിപ്പുണ്ടാക്കി. പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രന്റെ, മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവൃത്തി അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ധനവകുപ്പിനെതിരെ വിമർശനം ഉയർന്നു. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചേണ്ടത്, വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും ഈ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പ്രത്യേകിച്ച് SFIയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ഏകാധിപത്യ സംവിധാനത്തിലേക്ക് SFI നീങ്ങുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ വരെ ഉയർന്ന സാഹചര്യമുണ്ടായി. യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ SFIക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനപ്രകാരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റിനെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലൊക്കെ പാർട്ടി നേതൃത്വം എത്തുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സമ്മേളനം നടന്നത്. ആ ജില്ലാ സമ്മേളനത്തിലും SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. അങ്ങനെ പാർട്ടി നേതൃത്വം എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ പരാജയം സംഭവിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ പാർട്ടികൾ നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും അമർഷമുണ്ടാകുന്നു എന്ന ഒരു തിരിച്ചറിയലിലേക്ക് തന്നെയാണ് പാർട്ടി നേതൃത്വം എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും ഈ തിരിച്ചറിവ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പാർട്ടിയെ മുന്നോട്ട് നയിക്കുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. നാളെയാണ് ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം. ജില്ലാ സമ്മേളനത്തിന്റെ സമാപനം വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.